ഹലോ, ഏവർക്കും സ്മാർട്ട് പി സി ഓൺലൈൻ സ്വാഗതം. LGSന് വേണ്ടിയിട്ടുള്ള 13ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലെ അളവുകളും യൂണിറ്റുകളും എന്നുള്ള ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ അളവുകളും യൂണിറ്റുകളൊക്കെ കുറേ കണക്ഷൻസ് വെച്ചാണ് ഇന്ന് പഠിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 1-2 ചോദ്യങ്ങൾ വരും. ചിലപ്പോൾ ചേരുമ്പടി ചേർക്കാനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് അത് പഠിച്ചെടുക്കാം. ഓക്കെ. പിന്നെ നമുക്ക് LGSനും LDCക്കും LPUPക്കും ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ താഴെ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. LGS മെയിൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഫെബ്രുവരി 7-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് ക്ലാസ് പോകുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസിൻ്റെ ക്ലാസ് പോകുന്നത് ഫെബ്രുവരി 7-ാം തീയതി മുതൽ LGS മെയിൻസ് 2024 വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള LGS മെയിൻസിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ അത്രേ പറയാനുള്ളൂ. നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ. പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകൾ പറയുന്ന പേരെന്താ? അടിസ്ഥാന അളവുകൾ. എന്താണ് അടിസ്ഥാന അളവുകൾ? ഓക്കെ. അപ്പം പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നത്, പരസ്പര ബന്ധം ഉണ്ടാവത്തില്ല, മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാനും കഴിയത്തില്ല. മനസ്സിലായില്ല? അപ്പം അങ്ങനെയുള്ള കേവല അളവുകൾ പറയുന്ന പേരാണെന്ത്? അടിസ്ഥാന അളവുകൾ. എന്താണ് അടിസ്ഥാന അളവുകൾ? ഓക്കെ. അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണമാണ് നീളം, പിണ്ഡം, സമയം. ഓക്കെ. അപ്പോൾ അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് പിള്ളേരെ? നീളം, പിണ്ഡം, സമയം. നീളം, പിണ്ഡം, സമയം. നീളത്തിന് ഇംഗ്ലീഷ് എന്ന് പറയും ലെങ്ത് എന്ന് പറയും. ഡിസ്റ്റൻസാ? ഓക്കെ. നീളം ലെങ്ത്. പിണ്ഡത്തെ എന്താ പറയും? വെയിറ്റാ? പിണ്ഡം മാസ്. ഓക്കെ. പിണ്ഡം മാസ്. സമയം സമയം ടൈം. ഭാരമാണ് വെയിറ്റ്. ഭാരവും പിണ്ഡവും രണ്ടാണ് കേട്ടോ. മനസ്സിലായില്ലേ? ഓക്കെ, ശരി. അടുത്ത് അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള 3 രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ്. ഒന്ന് CGS. ഏതാണ് CGS? 2 MKS. ഏതാണ് MKS? മൂന്നാമത്തെ FPS. ഏതാണ് FPS? ഏതൊക്കെയാണ്? CGS, MKS, FPS. അതായത് ഈ പറഞ്ഞ 3 കാര്യങ്ങളുണ്ടല്ലോ, നീളവും പിണ്ഡവും സമയവും. ഈ 3ലും പറയും. ഓക്കെ, നമുക്ക് നോക്കാം CGS എന്തൊക്കെ നോക്കാം. CGSൽ C എന്ന് വെച്ചാൽ എന്താണ്? സെന്റിമീറ്റർ. ഓക്കെ. G എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാം. S എന്താണ്? സെക്കൻഡ്. അതായത് CGSൽ നീളത്തെ എന്തിൽ പറയും? സെന്റിമീറ്ററിൽ പറയും. ഓക്കെ. അതുപോലെ പിണ്ഡത്തെ എന്തിൽ പറയും? ഗ്രാമിൽ പറയും. സമയത്ത് എന്തിൽ പറയും? സെക്കൻഡിൽ പറയും. അതാണ് CGS കേട്ടോ, CGS. ഓക്കെ. ഇനി MKS നോക്കാം. MKSൽ നീളം മീറ്റർ. ഓക്കെ. പിണ്ഡം കിലോഗ്രാം. ഓക്കെ. സമയം സെക്കൻഡ്. അവിടെ സെക്കൻഡ് തന്നെ. അടുത്ത FPS നീളം ഫൂട്ട്. ഓക്കെ. P പൗണ്ട്. ഓക്കെ. സമയം സെക്കൻഡ്. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ശരി. അപ്പോൾ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള 3 രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ് CGS, MKS, FPS. ഓക്കെ. CGS സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. ഓക്കെ. സെക്കൻഡ് 3 സെയിം ആണ്. ഓക്കെ. അടുത്ത് MKS എന്താ? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. FPS എന്താ? ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഓക്കെ. MKS യൂണിറ്റ് സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് ഏത്? SI യൂണിറ്റ് സമ്പ്രദായം. മനസ്സിലായി? SI യൂണിറ്റ് സമ്പ്രദായം. ഓക്കെ, ശരി. അപ്പം MKS യൂണിറ്റ് സമ്പ്രദായത്തിൽ അതായത് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, അതിന്റെ പരിഷ്കരിച്ച രൂപമാണ് ഏത്? SI യൂണിറ്റ് സമ്പ്രദായം. ഓക്കെ. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് ഏത്? SI യൂണിറ്റ്. ഓക്കെ. അപ്പൊ ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് ഏത്? SI യൂണിറ്റ്. ഏതാണ് പിള്ളേരെ? SI യൂണിറ്റ്. ഓക്കെ. അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. എന്താണ് പിള്ളേരെ? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഈ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിന്റെ ചുരുക്കമാണ് ഏത്? SI യൂണിറ്റ്. മനസ്സിലായ? അപ്പൊ അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് ഏത്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. പറഞ്ഞേ, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഈ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന്റെ ചുരുക്കെഴുത്താണ് എന്ത്? SI യൂണിറ്റ്. എന്താണ്? SI യൂണിറ്റ്. SI യൂണിറ്റ് ഉപയോഗിച്ചു തുടങ്ങിയ വർഷം? SI യൂണിറ്റ് ഉപയോഗിച്ചു തുടങ്ങിയ വർഷം 1970. 1960 മനസ്സിലായിട്ട്. SI യൂണിറ്റുകൾ ഉപയോഗിച്ച് തുടങ്ങിയ വർഷം ഏതാണ്? 1960. ഓക്കെ. SI യൂണിറ്റ് അളവ് സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവ് എത്ര ആണെന്നറിയോ? 7 ആണ്. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. എത്ര പിള്ളേരെ? 7 ആണ്. ഓക്കെ. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായ? ശരി. അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാവേ. പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകളെ പറയുന്ന പേരാണ് അടിസ്ഥാന അളവുകൾ. അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണം ഏതാ?
നീളം, പിണ്ഡം, സമയം. നീളം, പിണ്ഡം, സമയം. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള 3 രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങൾ: CGS, MGS, FPS. CGS പറഞ്ഞേ സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. MGS പറഞ്ഞേ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. FPS പറഞ്ഞേ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഓക്കെ, അടുത്ത MGS യൂണിറ്റ് സമ്പ്രദായത്തിന്റെ ഏത് യൂണിറ്റ് സമ്പ്രദായത്തിന്റെ? MGS യൂണിറ്റ് സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് ഏത്? SI യൂണിറ്റ് സമ്പ്രദായം. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് ഏത്? SI യൂണിറ്റ് സമ്പ്രദായം. അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന്റെ ചുരുക്കെടുത്താണ്, ചുരുക്കപ്പേരാണ് SI യൂണിറ്റ്. SI യൂണിറ്റ് ഉപയോഗിച്ച് തുടങ്ങിയ വർഷം 1960. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ പറ പിള്ളേരെ 7 എണ്ണം. ഓക്കെ, ഇത്രയും നമുക്ക് സെറ്റ് ആണല്ലോ. ഇനി നമുക്ക് SI യൂണിറ്റ് ഏതൊക്കെ എന്ത് ചെയ്യാം പഠിക്കാം, എൻ്റെ പ്രതീകവും പഠിക്കണം. ഓക്കെ, SI യൂണിറ്റിൽ ആദ്യം ഇവിടെ നീളമാണ്. നീളത്തിന്റെ SI യൂണിറ്റ് ഏതാ? നീളത്തിന്റെ മീറ്റർ ആണ്. പ്രതീകം ഏതാ? ചെറിയ M ആണ്. മനസ്സിലായില്ലേ? വലിയ M എഴുതിയ തെറ്റാണ്. മനസ്സിലായില്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യത്തിൽ ഈ ചെറിയ എമ്മും വലിയ എമ്മും ആവശ്യമായിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ M എഴുതാതെ എന്ത് ചെയ്യും? അത് തെറ്റും. മനസ്സിലായി? ചെറിയ M ആണ് പ്രതീകം. പ്രതീകം പഠിച്ചു വെച്ചോണം കേട്ടോ. ചെറിയ പ്രതീകം 2 മാത്രമേ വലിയ അക്ഷരം വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ചെറുതാണ്. ഓക്കെ, പിണ്ഡത്തിന്റെ SI യൂണിറ്റ് എന്താ? പിണ്ഡത്തിന്റെ SI യൂണിറ്റ് പറ പിള്ളേരെ കിലോഗ്രാം. യൂണിറ്റ് KY. ആടാ KY പറഞ്ഞത്? KY പറഞ്ഞില്ല ആരോ? നീ കേട്ടടാ? Kന്റെ വലുതാ. Kയും ചെറുത്, Gയും ചെറുത്. ചെറുതാണ് KG. കേട്ടോ, KG. ഇവിടുത്തെ KG ഉണ്ടറിയോ? KG. ഓക്കെ, പിണ്ഡം കേട്ടോ, പിണ്ഡം കിലോഗ്രാം ആണ്. യൂണിറ്റ് ഏതാണ്? KG. ഓക്കെ, അടുത്ത് സമയം സെക്കൻഡ്. യൂണിറ്റ് ഏതാണ്? ചെറുതാ വലുതാ? ചെറിയ S ആണ് കേട്ടോ, ചെറിയ S. ഓക്കെ, അടുത്ത് വൈദ്യുത പ്രവാഹം, അതായത് ഇലക്ട്രിക് കറണ്ടിൻ്റെത് ആംബിയർ. അതിന്റെ യൂണിറ്റ് വലിയ ആണ്, ചെറിയ ആണ്? വലിയ. ആംബിയറിന്റെ യൂണിറ്റ് വലിയ ആണ് കേട്ടോ, വലിയ ആണ്. ഓക്കെ, അത് ചെറിയ തെറ്റാണ്. വലിയ ആണ് ആംബിയർ യൂണിറ്റ്. അടുത്ത താപനില. കൂളോ? അപ്പൊ വൈദ്യുത ചാർജ് വൈദ്യുത ചാർജ് കൂളോ? ഓക്കെ, താപനില കെൽവിൻ. കെൽവിന്റെ ഏതാ ഈ പ്രതീകം? വലിയ കെ ആണ്. അപ്പൊ അവിടെ 2 മാത്രമേ വലുത് വരത്തുള്ളൂ. ഓക്കെ, അതൊക്കെ ആംബിയറിലും കെൽവിനിലും മാത്രമേ വലിയ ക്യാപിറ്റൽ ലെറ്ററാ? വലിയ ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയണത്. ഓക്കെ, പദാർത്ഥത്തിന്റെ അളവ്. പദാർത്ഥത്തിന്റെ അളവ് മോള് അല്ല, മോൾ. പറഞ്ഞോക്കിയേ, മോൾ. നിങ്ങൾ ആദ്യം മോള് എന്നല്ലേ പറഞ്ഞത്? മോൾ. ഇള്ള് അങ്ങനെ പറഞ്ഞത് മോൾ. മോൾ. ഓക്കെ, മോൾ. മോളിന്റെ സ്പെല്ലിംഗ് ഏതാ? MOLE. പ്രതീകം അവിടെ പ്രതീകം MOL ആണ്. ക്യാപിറ്റലാ സ്മോളാ? സ്മാള്. MOL കേട്ടോ. മോളിന്റെ പ്രതീകം MOL ആണ്. അവിടെ ഈ വേണ്ട കേട്ടാ. മോളെന്ന് എഴുതുമ്പോൾ MOLE ഉണ്ട് കേട്ടാ, പക്ഷെ പ്രതീകം എഴുതുമ്പോൾ MOL മാത്രമേ ഉള്ളൂ, സ്മോൾ ലെറ്റർ ആണ്. ഓക്കെ, അടുത്ത പ്രകാശ തീവ്രത. പ്രകാശ തീവ്രത ക്യാൻഡിലാണ്. പ്രകാശ തീവ്രത ഏതാണ് പിള്ളേരെ? ക്യാൻഡില. ഓക്കെ, ക്യാൻഡിലയുടെ യൂണിറ്റ് പ്രതീകം CD. CD അല്ല, ചെറിയ സിയും ചെറിയ ഡിയും. ഓക്കെ, എടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആംബിയറിനും അതുപോലെ കെൽവിനും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ പിള്ളേരെ? ക്യാപിറ്റൽ വരുന്നുള്ളൂ. മനസ്സിലായി? ഇത് സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയ സാധനമാണ്. ഇപ്പോൾ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നു, മനസ്സിലായില്ലേ? ആ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് കണ്ടുപിടിച്ച് ഉത്തരം എഴുതാനായിരിക്കും. അവിടെ 2 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യും? പ്രതീകം കൃത്യമായിട്ട് നമുക്ക് തെറ്റും. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കി വെച്ചോളാം നിങ്ങൾ. ക്ലിയർ ആണല്ലോ? അതിലേക്ക് മനസ്സിലായി? ഓക്കെ, അപ്പോൾ SI യൂണിറ്റിൽ എത്ര ഉണ്ട്? 7. ഓക്കെ, നീളം മീറ്റർ, സ്മോൾ എം. ഓക്കെ, പിണ്ഡം കിലോഗ്രാം, സ്മോൾ KG. ഓക്കെ, സമയം സെക്കൻഡ്, സ്മോൾ S. വൈദ്യുത പ്രവാഹം ആംബിയർ, ക്യാപിറ്റൽ A. ഓക്കെ, താപനില കെൽവിൻ, ക്യാപിറ്റൽ K. ഓക്കെ, പദാർത്ഥത്തിന്റെ അളവ് മോള്, MOL. ഓക്കെ, പ്രകാശ തീവ്രത ക്യാൻഡില, സ്മോൾ ലെറ്റർ CD. ഓക്കെ, മനസ്സിലായല്ലോ? ശരി, അടുത്ത് പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് ഏത്? സദിശ അളവ്. നമ്മളെ സദിശ അളവ്. പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് എന്ത്? സദിശ അളവ്. നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയും വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ സദിശ അളവുക്കും ഇത് നമുക്ക് ചോദിക്കും. താഴെ പറയുന്നതിൽ സദിശ അളവ് ഏതാണ്, അദിശ അളവ് ഏതാണെന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. സദിശ അളവുകൾക്ക് ഉദാഹരണമാണ് പ്രവേഗം. എന്താണ് പിള്ളേരെ? പ്രവേഗം കേട്ടോ. പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താ?
മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രവേഗത്തിന്റെ യൂണിറ്റ്. സദിശ അളവിലാണ് പറയുന്നത്. സദിശ അളവിൽ ഒന്ന് ഏതാണ്? പ്രവേഗം. കേട്ടോ, പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. രണ്ട് സ്ഥാനാന്തരം. രണ്ടേതാണ്? സ്ഥാനാന്തരം. യൂണിറ്റ് മീറ്റർ പെർ ഇല്ല, മീറ്റർ. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ മീറ്റർ, എത്ര മീറ്റർ മാറ്റം ഉണ്ടായി, അതാണ് സ്ഥാനാന്തരം. കേട്ടോ, അവിടെ സെക്കൻഡ് ആവശ്യമില്ല. ഓക്കെ, മീറ്റർ പെറിൽ നടത്തിയെന്ന് പറഞ്ഞാൽ മീറ്റർ പെറും തെറ്റാണ്. പെറിന്റെ ആവശ്യം ഇവിടെ ഉണ്ടോ? ഓക്കെ, ഇല്ല. ശരി, അടുത്ത് ത്വരണം. എന്താണ് പിള്ളേരെ? ത്വരണം യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നാലാമത് ബലം. ബലത്തിന് യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. പിള്ളേരെ ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ എന്തുണ്ട്? ദിശയുണ്ട്. ഇപ്പം നമ്മൾ ബലം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ബലം കൊടുത്തു, ഏത്? ഈ ദിശയിലേക്ക് ബലം കൊടുത്തു. സ്ഥാനാന്തരം ഉണ്ടായി, ഏതെങ്കിലും ദിശയിലേക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? സ്ഥാനാന്തരം ഉണ്ടാകത്തുള്ളൂ. അതുപോലെ പ്രവേഗമായാലും ത്വരണമായാലും എന്ത് ചെയ്യും? ഒരു ദിശയിലേക്ക്, ഒരു ദിശ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള അളവുകൾ പറയുന്ന പേരാണ് സദിശ അളവുകൾ. അപ്പം നമ്മളിപ്പോൾ പഠിച്ച സദിശ അളവ് നിങ്ങൾ ഓർത്ത് വെച്ചോ. നമ്മൾ 4 പഠിച്ചു: പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം. ഏതൊക്കെയാണ്? പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം. ഓക്കെ, അതിൽ പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. സ്ഥാനാന്തരം മീറ്റർ ആണ്. സ്ഥാനാന്തരം വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തിന് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ആ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ഓക്കെ, ത്വരണത്തിൻ്റെത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഓക്കെ, ഇനി ഈ പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ് ഏത്? അദിശ അളവുകൾ. മനസ്സിലായില്ലേ? അളവ് അദിശ അളവ് വെച്ച് കഴിഞ്ഞാൽ ദിശ ഇല്ല. സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. സമയത്തിന് ദിശയുണ്ടാ? സമയ ദിശയില്ല. ഓക്കെ, പിണ്ഡത്തിന് ദിശയുണ്ടാ? ഇല്ല. ദൂരത്തിന് ദിശയുണ്ടാ? ദൂരത്തിന് ദിശയില്ല. ഓക്കെ, വിസ്തീർണത്തിന് ദിശയുണ്ടാ? ഇല്ല, വിസ്തീർണ ദിശയില്ല. വേഗതയ്ക്ക് ദിശ ഉണ്ടാ? ഇല്ല. ഓക്കെ, പ്രവൃത്തിക്ക് ദിശയുണ്ടാ? ഇല്ല. വ്യാപ്തത്തിന് ദിശയുണ്ടാ? സാന്ദ്രതയ്ക്ക് ദിശയുണ്ടാ? ഇല്ല. അപ്പം ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ദിശ ഉള്ളത് ഓർത്തിരുന്നാൽ മതി. ദിശയുള്ള പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്? പ്രവേഗത്തിന് ദിശയുണ്ട്. സാന്ദ്രത എന്നാരെങ്കിലും പറഞ്ഞ സ്ഥാനാന്തരം, ത്വരണം, ബലം. ഓക്കെ, ഏതൊക്കെ വളരെ? പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം. ഓക്കെ, ഇതൊക്കെയാണ് സദിശ ദിശ ഉള്ളത്. ദിശയില്ലാത്തത് സമയം, പിണ്ഡം, ദൂരം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, വിസ്തീർണം, സാന്ദ്രത. ഓക്കെ, ഇതിനൊന്നും എന്തില്ല? ദിശയില്ല. ഓക്കെ, അതൊന്ന് എഴുതി വെച്ചോണേ പിള്ളേരെ. ഓക്കെ, അടുത്ത് കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാ? നോട്ട്. നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഏത്? നോട്ട്. ഓക്കെ, വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഏത്? നോട്ടിക്കൽ മൈൽ. ഏതാണ്? നോട്ടിക്കൽ മൈൽ. ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. എത്രയാണ്? 1.852 കിലോമീറ്റർ. 1.852 കിലോമീറ്റർ. മനസ്സിലായോ പിള്ളേരെ? നമ്മളിപ്പോൾ മുമ്പ് പഠിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മളിത് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതിന് റിവിഷൻ എന്ന് പറയുന്നത്. പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്നുകൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒന്നുകൂടെ ഓർമ്മ അതാണല്ലേ എന്ന് വരും. മനസ്സിലായില്ലേ? 1.852 കിലോമീറ്റർ. മനസ്സിലായില്ലേ? പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കും, ഒരു കാര്യം നല്ലപോലെ പഠിക്കും. എന്നിട്ട് ഇങ്ങനെ ഈ ചോദ്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല? ഉത്തരം കിട്ടത്തില്ല. അപ്പം നിങ്ങൾ അതോടത്ത് വിഷമിക്കേണ്ട. നമ്മൾ ഈ പഠിച്ച കാര്യം നമ്മൾ ആത്മാർത്ഥതയെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എഴുതാൻ പറ്റും. മനസ്സിലായി? ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത്, ഓപ്ഷൻ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എഴുതാൻ പറ്റും. മനസ്സിലായി? നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതും നമ്മളെ ലൈഫായിട്ട് ബന്ധപ്പെട്ടതും നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. നമ്മളെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ടാകും. മനസ്സിലായില്ലേ? പക്ഷേ നമ്മളിത് പഠിച്ച സാധനം നമ്മൾ ആത്മാർത്ഥതയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സാം ഹാളിൽ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുമ്പം പറയാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരുടെ കൂട്ടത്തിൽ നിന്ന് പറയുന്ന സമയത്ത് എനിക്ക് കൂടെ പറയാൻ പറ്റണില്ല, അങ്ങനെ വിഷമിക്കേണ്ട കാര്യം ഇല്ല. മനസ്സിലായില്ലേ? എക്സാം ഹാളിൽ നിങ്ങൾ ആത്മാർത്ഥതയിൽ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യും? അത് കിട്ടും. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ 1.852 പലർക്കും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, പക്ഷേ ഓപ്ഷൻ കാണുമ്പോഴും കിട്ടും. ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊന്ന് ചോദിക്കാം. ഓക്കെ, എന്താ നീ ഇമോഷണലായില്ലേ? ഓക്കെ ഓക്കെ, ഇവിടെ ചോദിക്കുകയാണേ. പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകളാണ്. അപ്പോൾ എന്താണ് അടിസ്ഥാന അളവുകൾ? പരസ്പര ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റ് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. ഓക്കെ, അടിസ്ഥാന അളവുകൾ നമ്മൾ കൂടുതലും ഉദാഹരണം പറയുന്ന ഏതൊക്കെയാ? പിണ്ഡം, സമയം, ദൂരോ?
എന്തെന്ന് പറയണം? നീളം. ഓക്കെ. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള 3 രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങൾ. MKS, CGS, FPS. MKS, CGS, FPS. ഓക്കെ. CGS പറഞ്ഞേ. സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. ഓക്കെ. MKS പറഞ്ഞേ. ഓക്കെ. FPS പറഞ്ഞേ. ഞാൻ തന്നെ. പൗണ്ട് സെക്കൻഡ്. ഓക്കെ. അവിടെ MKS യൂണിറ്റ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഏത്? SI യൂണിറ്റ്. എന്തിൻ്റെ ഷോർട്ടറാണ് SI? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഏത് വർഷമാണ് നിലവിൽ വന്നത്? SI യൂണിറ്റിലെ അളവ് സമ്പ്രദായത്തിൽ അടിസ്ഥാന അളവുകളുടെ എണ്ണം എത്ര? 7. ഓക്കെ. അവിടെ കണ്ണടിച്ച കുട്ടി, നീളത്തിൻ്റെത് പ്രതീകം. ഏതെന്ന്? ചെറുത്. ഓക്കെ. അവിടെ പിണ്ഡം കിലോഗ്രാം. KG ഏത് KG? സ്മോൾ KG. ഓക്കെ. ഇവിടെ സമയം സുദർശന, സമയത്തിന്റെ SI യൂണിറ്റ് പറയേ. പോയി. അയ്യോ, അത്രയും എളുപ്പമുള്ള ചോദ്യം. ഞാൻ ഇങ്ങനെ വിഷമിച്ചാണ് ചോദിക്കുന്നത്. സുദർശനെ പോലെ ഇത്രയും ബ്രില്യൻ്റ് കുട്ടിക്ക് ഇതുപോലെ ചോദ്യം ചോദിച്ച് അവമാനിക്കാവോ? അത് എന്നിട്ട് പറയാൻ പറ്റല്ലേ? കിട്ടിയില്ല. ഓക്കെ, ശരി. അപ്പൊ സമയം, സെക്കൻഡ്, ഏത്? പ്രതീകം. പ്രതീകം പറയാൻ. സ്മോൾ എസ്. ഓക്കെ. ഇവിടെ വൈദ്യുത പ്രവാഹം പറ. ആംബിയർ. യൂണിറ്റ് പ്രതീകം A. ഓക്കെ. അവിടെ താപനില കെൽവിന് ഏതാ പ്രതീകം? ക്യാപിറ്റൽ K. പദാർത്ഥത്തിന്റെ അളവ് പറ. മോള്. പ്രതീകം MOL. ഓക്കെ. പ്രകാശ തീവ്രത ക്യാൻഡിൽ ഏത്? ചെറിയ CD. ഓക്കെ. മോനെ, പരിമാണത്തോടൊപ്പം ദിശയെടുത്ത് പറയുന്ന അളവുകൾ. ഓക്കെ. ഇംഗ്ലീഷ് എന്താ പറയും? വെക്റ്റർ. സദിശ അളവുകൾക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും കേട്ടോ. അദിശ അളവുകൾക്ക് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയും. ഓക്കെ. ഈ സദിശ അളവുകൾക്ക് ഉദാഹരണങ്ങൾ പറയാം. ബലം. ഓക്കെ. അവിടെ പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താ? ഓക്കെ. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. ഓക്കെ. ത്വരണത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. അവിടെ ബലത്തിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ഓക്കെ. അടുത്ത് പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകൾ. സ്കെയിലർ ക്വാണ്ടിറ്റി. സ്കെയിലർ ക്വാണ്ടിറ്റിക്ക് 4 ഉദാഹരണം പറഞ്ഞേ. സമയം, പ്രവൃത്തി, ദൂരം, വ്യാപ്തം. ഓക്കെ, ശരി. 3 കൂടെ പറഞ്ഞേ. പ്രവൃത്തിയുടെ പറഞ്ഞായിരുന്നു കേട്ടോ. പിണ്ഡം, ദൂരം, സാന്ദ്രത, വിസ്തീർണം. കണ്ണൊന്നിടയ്ക്ക് ബുക്കിലോട്ട് പോയായിരുന്നു കേട്ടോ. കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നോട്ട്. ഓക്കെ. ഒരു നോട്ടിക്കൽ മൈൽ എത്രയാ സൗമ്യ? ഓക്കെ. എന്നാലും ഒരു മൈൽ എത്രയാ? മൈൽ 1.609. 1.609 ആണ് ഒരു മൈൽ. 1.609 കിലോമീറ്റർ. 1.609 കിലോമീറ്റർ ആണ് ഒരു മൈൽ. ഓക്കെ. നമുക്ക് അളവുകൾ യൂണിറ്റുകൾ പഠിച്ച്, പ്രധാനപ്പെട്ട അളവുകൾ യൂണിറ്റ് പഠിച്ച് നമുക്ക് എന്തെങ്കിലും സെക്ഷൻ മതിയാക്കാവേ. ഓക്കെ, ശരി. ഭാരത്തിന്റെ യൂണിറ്റ് എന്താ പിള്ളേരെ? പിണ്ഡത്തിൻ്റെതാണ് കിലോഗ്രാം. നിങ്ങൾ ഈ കൊച്ചു പിള്ളേരെ പറയുന്ന മണ്ടത്തരം പറയല്ലേ. ഭാരം, വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. മനസ്സിലായില്ലേ? വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ് പിള്ളേരെ? ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ കേട്ടോ. ഭാരം അല്ലെങ്കിൽ വെയിറ്റിന്റെ യൂണിറ്റ് അറിവത്തൊക്കെ എഴുതി വെച്ചു. ഞാൻ ചോദിക്കുമ്പോൾ ബബ്ബ പഠിക്കരുത്. നമ്മൾ ഈ പഠിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് അറിവത്ത് അതൊക്കെ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അതോടെ തോളിലൊക്കെ ചാരിക്കിടന്നങ്ങ് ഉല്ലസിക്കുകയാണങ്ങ് ആഘോഷിക്കുകയാണ് അവിടെ അങ്ങ് ബാക്കിൽ. ഓക്കെ, ശരി. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ കേട്ടോ. വെയിറ്റ് ന്യൂട്ടൺ. ഓക്കെ. പിണ്ഡം മാസ് അല്ലെങ്കിൽ മാസാണ് പിണ്ഡം. ഓക്കെ, അതിന്റെ യൂണിറ്റ് എത്രയാണ്? എന്താണ് പിള്ളേരെ? കിലോഗ്രാം. ഓക്കെ. അടുത്ത സാന്ദ്രത. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് സാന്ദ്രത കേട്ടോ. സാന്ദ്രത. ഓക്കെ. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് സാന്ദ്രത. ഓക്കെ, ശരി. അത് ആക്കം പറയടാ. ആക്കം. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. ആക്കം അല്ലെങ്കിൽ മൊമെന്റം കേട്ടോ. ആക്കം അല്ലെങ്കിൽ മൊമെന്റത്തിന് യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. അടുത്ത് വ്യാപകമർദ്ദം അല്ലെങ്കിൽ ത്രസ്റ്റ്.
വ്യാപക മർദ്ദന ത്രസ്റ്റ് ന്യൂട്ടൺ. വ്യാപക മർദ്ദന ട്രസ്റ്റ് ന്യൂട്ടനാണ്. ത്രസ്റ്റ് ഓക്കെ. ത്രസ്റ്റ് ഓക്കെ. THRUST ത്രസ്റ്റ്. ഓക്കെ. പിള്ളേർ മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ആ 5 എണ്ണം പറയോ ഇവിടെ പറയടാ 5 എണ്ണം പറയടാ. ഭാരം ന്യൂട്ടൺ, പിണ്ഡം കിലോഗ്രാം, സാന്ദ്രത കിലോഗ്രാം മീറ്റർ ക്യൂബ്, ആക്കം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, വ്യാപക മർദ്ദം ന്യൂട്ടൺ. ഓക്കെ ശരി, ക്ലിയർ. അടുത്ത 5 എണ്ണം പഠിക്കാം. പവർ നമ്മൾ പറയും വാട്ട് പവർ എന്നൊക്കെ പറയത്തില്ലേ, വാട്ട് പവർ കേട്ടോ. പവർ വാട്ടാണ് കേട്ടോ. ഓക്കെ. അന്തരീക്ഷ മർദ്ദം സ്ഥിരം ചോദിക്കുന്നതാണ്. ഏത് ബാറ്? മില്ലി ബാറും ഹെക്ടോ പാസ്കലും കേട്ടോ. അന്തരീക്ഷ മർദ്ദം മില്ലി ബാറും ഹെക്ടോ പാസ്കലും കേട്ടോ. ഹെക്ടോ പാസ്കൽ. ഓക്കെ. അപ്പോൾ അന്തരീക്ഷ മർദ്ദം മില്ലി ബാറും ഹെക്ടോ പാസ്കലും. ഓക്കെ. അടുത്ത കാന്തിക ഫ്ലക്സ് വെബറാണ് കേട്ടോ. കാന്തിക ഫ്ലക്സ് വെബറാണ് കേട്ടോ. വെബറാണ്. ഓക്കെ. 3 എണ്ണം പഠിച്ചില്ലേ? അപ്പം എത്ര പഠിച്ചു? 3 എണ്ണം പഠിച്ചില്ലേ ഇപ്പം? ഓക്കെ. 2 എണ്ണം നോക്കാം. ലെൻസിന്റെ പവർ സ്ഥിരം ചോദിക്കുന്നതാണ്. ഡയോപ്റ്റർ. ലെൻസിന്റെ പവർ ആണ് പിള്ളേരെ ഡയോപ്റ്റർ. ഓക്കെ. 5ാമത്തത് റേഡിയോ ആക്ടിവിറ്റി. ക്യൂറിയുമുണ്ട് ബെക്കുറലുമുണ്ട് കേട്ടോ. റേഡിയോ ആക്ടിവിറ്റിയുടേത് ക്യൂറിയും ബെക്കുറലും. ക്യൂറി ബെക്കുറൽ. മേരി ക്യൂറി, ഫിസിക്സിനും കെമിസ്ട്രിക്കും നൊബേൽ സമ്മാനം ലഭിച്ച മേരി ക്യൂറിയുടെ ക്യൂറിയും, അതുപോലെ ഹെൻറി ബെക്കുറൽ അദ്ദേഹത്തിൻ്റെ ബെക്കുറൽ. ഓക്കെ ആണല്ലോ. 2 മനുഷ്യന്മാരാണ്. ഇത് കൂടുതലും മനുഷ്യന്മാരെ പേരാണ് വരുന്നത്. ഓക്കെ. ഈ വെബറൊക്കെ മനുഷ്യനാണ്. അതുപോലെ തന്നെ ന്യൂട്ടൺ കേട്ടോ. കിലോഗ്രാം മനുഷ്യനാണോ ജോബിനെ? അല്ല. ഓക്കെ. സെക്കൻഡ് അല്ല. ഓക്കെ. ഇത് ക്യൂറി ബെക്കുറൽ. വേറെ ഉണ്ട് ആൾക്കാർ വരുന്നത്. ഓക്കെ. റുദർഫോർഡും ഉണ്ട്. ഓക്കെ. ഇതിലല്ലേ നമ്മുടെ റേഡിയോ ആക്ടിവിറ്റി അല്ലേ? റുദർഫോർഡ് ഉണ്ട്. ക്യൂറി ബെക്കുറൽ. ഓക്കെ. അടുത്ത വെച്ചാൽ 10 എണ്ണം പഠിച്ച് ചോദിച്ചു നോക്കാം. ശരി. ഭാരം ന്യൂട്ടൺ, പിണ്ഡം കിലോഗ്രാം, സാന്ദ്രത കിലോഗ്രാം മീറ്റർ ക്യൂബ് കേട്ടോ. സാന്ദ്രത കിലോഗ്രാം മീറ്റർ ക്യൂബ്. ഞാനൊരു ചെറിയ സംഭവം പറയാം കേട്ടോ. ഓക്കെ. ആ സാന്ദ്രത ഇന്ദ്രയിലൊരു 3 കണ്ട ആ 3 കൂടെ വരുന്ന ഓർത്ത് വെച്ചിരുന്നാൽ മതി. മനസ്സിലായി? ഇന്ദ്രയിലൊരു 3 കണ്ട ആ 3 കൂടെ വരുന്ന ഓർത്ത് വെച്ചിരുന്നാൽ കേട്ടോ. കിലോഗ്രാം മീറ്റർ ക്യൂബ്. മനസ്സിലായി? കിലോഗ്രാം മീറ്റർ ക്യൂബ്. ഇതൊക്കെ എൻ്റെ കണക്ഷനാണ്. എനിക്കിത് കിട്ടാറുണ്ട് കേട്ടോ. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. എനിക്ക് ശരിയാവാറുണ്ട്. അതാണ് ഞാൻ പറയണത്. ഓക്കെ. ഇല്ലെങ്കിൽ ഷാനു സാറിന് വേറെ കണക്ഷൻ വല്ലതും ഉണ്ടോ? എപ്പോഴാ? ഓക്കെ. അടുത്ത ആക്കം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. വ്യാപക മർദ്ദം ന്യൂട്ടനാണ്. പവർ വാട്ടാണ്. അന്തരീക്ഷ മർദ്ദം മില്ലി ബാറും ഹെക്ടോ പാസ്കലും. കാന്തിക ഫ്ലക്സ് വെബർ. ഓക്കെ. ലെൻസിന്റെ പവർ ഡയോപ്റ്റർ. റേഡിയോ ആക്ടിവിറ്റി ക്യൂറി ബെക്കുറൽ. ഞാൻ ഇത് ഫുൾ എല്ലാവരും ചോദിക്കത്തില്ല. ഒരു ഗേളിനെ കൊണ്ടും ഒരു ബോയെ കൊണ്ടും ഫുള്ള് പറയിപ്പിക്കും. ഓക്കെ. ബാക്കിയുടെ പഠിച്ചിട്ട്. ഓക്കെ. അടുത്ത് കാന്തിക ഫ്ലെക്സ് നമ്മൾ പറഞ്ഞു, റബ്ബർ. ഇനി കാന്തിക ഫ്ലെക്സിന്റെ സാന്ദ്രത ടെസ്ല. ഓക്കെടാ. ക്ലാസ് ഓഫ് പ്ലാനിലുണ്ട് ഹിഡൻ ടെസ്ല. അതിങ്ങനെ പൊങ്ങി എന്നിട്ട് കറണ്ട് അടിക്കുകയാണ് ചെയ്യണത്. അത് കാന്തിക ഫ്ലെക്സ് എനിക്കത് ചിലവർക്ക് കിട്ടും, ചിലർക്ക് കിട്ടും. ഓക്കെ. ഇത് പറഞ്ഞിട്ട് ഇനി കുഴപ്പമൊന്നറിയാമോ? നീ ഇനി നോക്കാതെ പറയണമെങ്കിൽ നോക്കി പറഞ്ഞിട്ട് ആൾക്കാർ വിചാരിക്കുള്ളൂ. അല്ല ഏട്ടാ, നോക്കിയില്ലേട്ടാ, ഇതൊക്കെ അറിയാം. ഓക്കെ. അപ്പോൾ അടുത്ത നീ പറയണേ. ഓക്കെ. കാന്തിക ഫ്ലെക്സിന്റെ സാന്ദ്രത ടെസ്ല. അതിനുള്ളവരെ ടെസ്ല. ഓക്കെ. അടുത്ത ഇലുമിനൻസ്. ഇലുമിനൻസ് ഏതാണ്? ലെക്സ്. എങ്ങനെ അടുത്ത ഇലുമിനൻസ് ലെക്സ് ആണെന്ന് ലെക്സ് വയ്ക്കുമ്പം തിളക്കം വേറെ എടുത്ത് അതൊക്കെ കേട്ട. ഇലുമിനൻസ് എന്താണ്? ഇലുമിനൻസ് മലയാളം എന്താ? ഞാൻ ഇത് ഓർത്തിരിക്കുന്നത് ലെക്സ് ഉണ്ടോ ഇല്ല എന്നാണ് ഓർത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ലെക്സ് ഉണ്ടോ ഇല്ല. ലെക്സ് ഉണ്ടോ എന്നിട്ട് ഇല്ലെന്ന് പറയണം. ലെക്സ് ഉണ്ടാ? ഇല്ല. നീ കടക്കാരനായിരിക്കും. ലെക്സ് ഉണ്ടോ? നീ മറ്റേ വീഡിയോയിൽ കടക്കാരനല്ലേ അഭിനയിച്ചത്? കടയിൽ സാധനം വാങ്ങാൻ വന്ന ആളല്ലേ? കടക്കാരൻ തന്നെയല്ലേ? അല്ല, നീ കടക്കാരനാണ് അഭിനയിച്ചത്. ഞാൻ അങ്ങനെയല്ലല്ലോ ഉദ്ദേശിച്ചത്. കടയിൽ സാധനം വാങ്ങിക്കാൻ നമ്മളവിടെ എടുത്തു വന്നപ്പോ അങ്ങനെ ആയിപ്പോയി.
അത് ഡയറക്ഷൻ പോരാ. കടയിലേക്ക് ആളൊക്കെ മറ്റേ ചേട്ടൻ കയ്യിൽ ഞാൻ ഉദ്ദേശിച്ച കടയിൽ നിൽക്കുമ്പോ എക്സിക്യൂട്ടീവ് ലെക്കിൽ പറഞ്ഞു. ഞാൻ ഇന്ന് വരെ അത് കണ്ടുകൊണ്ടിരുന്നത് അവൻ കടയിൽ സാധനം വാങ്ങിക്കാൻ വേണം ഈ കടയിൽ അവൻ നിൽക്കുകയാണ്. അങ്ങനെ വിചാരിച്ചാ നോക്കിയപ്പോൾ വീട്ടിൽ മറ്റേ എക്സിക്യൂട്ടീവ് പാൻറ്റൊക്കെ ഇൻഷർട്ട് ചെയ്ത് പറഞ്ഞു. പിന്നെ അങ്ങനെ വിളിച്ച് കടയിൽ നടന്നു സാധനമായ പറഞ്ഞാളാക്കി. ഓക്കെ ശരി. അപ്പൊ അടുത്ത പിള്ളേരെ നമ്മൾ പറഞ്ഞ ഇലുമിനൻസ് ഏതാണ്? ലെക്സ് ഉണ്ടോ ഇല്ലെന്നൊക്കെ പറഞ്ഞാ ചേട്ടാ. ഓക്കെ, അടുത്ത് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് എന്താണ് പിള്ളേരെ? ഫാരഡ്. കപ്പാസിറ്റൻസ് ഫാരഡ് കേട്ടോ. കപ്പയും ചിക്കൻ പെരട്ടാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. ചിലതൊക്കെ ശരിയാവും, ചിലതൊക്കെ ശരിയാവത്തില്ല. മനസ്സിലായില്ലേ? കപ്പയും ചിക്കൻ പെരട്ടും. ചിക്കൻ പെരട്ട് അറിയത്തില്ലേ? നല്ല ടേസ്റ്റാണ് കപ്പ ചിക്കൻ പെരട്ടും. വിശക്കണ്. കപ്പാസിറ്റൻസ് ഫാരഡ് കേട്ടോ. കപ്പാസിറ്റൻസ് ഫാരഡ്. ഓക്കെ, ആവൃത്തി അത് എല്ലാവർക്കും അറിയാം. ആവൃത്തി ഹെഡ്സ് ആണ്. ആവൃത്തിയാണ് പിള്ളേരെ ഹെഡ്സ്. ഓക്കെ, വൈദ്യുത ചാർജ് കൂളോ. ഓക്കെ, നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളൊക്കെ ഉണ്ട് ചുമ്മാ ഈ ചാർജ് ആയിട്ട് ഇങ്ങനെ എനിക്കത് പറയാമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ചാർജ് ആയി പോണ സമയത്ത് നമ്മൾ പറയും നീ ഒന്ന് കൂളായി എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? കൂളായി എന്ന് പറയും. ഓക്കെ, ചാർജ് ആയി പോണ സമയത്ത് നമ്മൾ പറയത്തില്ലേ? ഇപ്പം ഈ കല്യാണം കഴിഞ്ഞ നമ്മളൊക്കെ അറിയായിരിക്കും വീട്ടിലൊക്കെ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ ചാർജ് ആയി പോണ സമയത്ത് നിങ്ങളൊന്ന് കൂളായി മനുഷ്യ ചാർജ് ആവുന്ന ദേഷ്യപ്പെട്ടങ്ങനെ പോണ സമയത്ത്. ഓക്കെ ശരി. വൈദ്യുത ചാർജ് കൂളോ. നിന്റെ മനസ്സിൽ ഇപ്പം എന്താണെന്ന് എനിക്കറിയാം. വൈദ്യുത ചാർജ് കൂളോ. എന്താണ് വൈദ്യുത ചാർജ് കൂളോ? ഈ പറഞ്ഞ ജീവിതം തമ്മിൽ ഒരു ബന്ധമില്ലെന്നൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത വൈദ്യുത ചാലകത. വൈദ്യുത ചാലകത ഓമല്ല, സീമൻസ് കേട്ടോ. ഓക്കെ, വൈദ്യുത ചാലകത സീമൻസ്. ഓക്കെ, വൈദ്യുത ചാലകത സീമൻസ്. സീ ദാറ്റ് ചാല എന്ന് കൊടുത്തിരുന്നത് മതി. സീ ദാറ്റ് ചാലെന്ന് പറഞ്ഞ തോട്. ഓക്കെ, ഇതൊക്കെ ചിലതൊക്കെ ശരിയാവും, ചിലതൊക്കെ ശരിയാവത്തില്ല കേട്ടാ. വൈദ്യുത ചാലകത സീമൻസ് ആണ്. ഇപ്പം നമ്മളിങ്ങനെ ഒരു വരമ്പിൽ കൂടെ നടന്നു പോകും. ഓക്കെ, അപ്പോൾ ഈ മുറി ഇംഗ്ലീഷൊക്കെ പറയുന്ന ആൾക്കാർ പറഞ്ഞ സീ ദാറ്റ് കോഴി. ഓക്കെ, നമ്മളെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഈ മറ്റേ ഈ ജോസ്കോയിൽ അവന് ജോലി കിട്ടി. ജോസ്കോയിൽ അപ്പോൾ ഇവന് ഈ 3-4 ദിവസം മറ്റേ തൃശ്ശൂർ ട്രെയിനിങ് ഉണ്ടായിരുന്നു ഈ ജൂവലറിയായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നിന്നിട്ട് ഇവന് 3 ദിവസം എന്നപ്പോൾ എൻ്റെ സംസാര ശൈലിയൊക്കെ മാറി. മനസ്സിലായില്ലേ? അപ്പോൾ രാവിലെ ഈ അമ്മ എന്തോ മലക്കറി എന്തോ കട്ട് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് ഇത് എന്നത്തിന് കായാമേ, ഇന്ന് എന്നത്തിന് മീനാമേ. മനസ്സിലായില്ലേ? അങ്ങനെ ഈ ചില ആൾക്കാരുണ്ട് ഇത്തിരി ഇത് സംസാരിക്കുന്ന ആൾക്കാർ മാറ്റി സംസാരിക്കും. ചില ആൾക്കാർ ശ്രദ്ധിച്ചാൽ സീതാ കോഴി, സീതാ ചില്ല, അതുപോലെ സീതാ ചാല നടത്തുന്നുണ്ട്. സീമൻസ് ചാല്. വൈദ്യുത ചാലകത സീമൻസ്. ഓക്കെ, അടുത്ത് വൈദ്യുത പ്രതിരോധം. വൈദ്യുത പ്രതിരോധം ഏതാണ്? അതൊക്കെ നമുക്ക് അറിയാം. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി ഓം എന്ന് പ്രാർത്ഥിക്കുന്നോർത്താൽ കേട്ടോ. ഓക്കെ, അപ്പോൾ വൈദ്യുത പ്രതിരോധം ഓം. ഓക്കെ, അടുത്ത റെസിറ്റിവിറ്റി ഓം മീറ്റർ. അതാണ് പിള്ളേരെ ഓം മീറ്റർ കേട്ടോ. റെസിറ്റിവിറ്റി ഏതാണ്? ഓം മീറ്റർ. ഓക്കെ, റെസിറ്റിവിറ്റി ഓം മീറ്റർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ലൂമിനസ് ഫ്ലെക്സ്. അത് ആ പേര് തന്നെ ലൂമിനസ് ഫ്ലെക്സ് ഏതാണ് പിള്ളേരെ? ലൂമനാണ്. ലൂമിനസ് ഫ്ലെക്സ് ഏതാണ്? ലൂമനാണ് കേട്ടോ. ലൂമിനസ് ഫ്ലെക്സ് ലൂമനാണ്. ഓക്കെ, അടുത്ത തിളക്കം ബ്രൈറ്റ്നസ്. ലാംബർട്ട് മാത്രമല്ലല്ലോ പിള്ളേരെ. ഒന്ന് പോസിറ്റേടാ ചൂടിതോ. ശരി പറയടേ. തിളക്കം ലാംബർട്ട്. തിളക്കം ഏതാണ്? ലാംബർട്ട്. ഓക്കെ, നക്ഷത്രങ്ങളുടെ ദൂരം പ്രകാശവർഷം. നക്ഷത്രങ്ങളുടെ ദൂരം പ്രകാശവർഷം. ഓക്കെ, അടുത്ത് ഇൻഡക്റ്റൻസ്. ഹെൻറി. ഇൻഡക്റ്റൻസ് ഹെൻറി. ഓക്കെ, ഞാൻ ഇത് കണക്ട് വെച്ചിങ്ങനെ പറഞ്ഞുതരാം. നിങ്ങൾ ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പോൾ EN, ഹെൻറി എന്ന് പറയുമ്പോൾ HN. 2 N കണ്ട. ഇൻഡക്റ്റൻസ് ഹെൻറി. മനസ്സിലായ? ഈ പറഞ്ഞ കണക്ഷനൊക്കെ പിന്നീട് റിവിഷനിലേക്ക് മറന്നു പോകും നിങ്ങൾ. ഇൻഡക്റ്റൻസ് ഹെൻറി കേട്ടാ. ഇന്ന് ഹെന്ന് മനസ്സിലായ? അങ്ങനെ പോണം. ഹെന്ന് ഇൻഡക്റ്റൻസ് ഹെൻറി. ഓക്കെ, തരംഗ ദൈർഘ്യം ആങ്സ്ട്രം. അതിന് പിള്ളേരെ ആങ്സ്ട്രം കേട്ടോ. തരംഗ ദൈർഘ്യം ആങ്സ്ട്രം. തരംഗ ദൈർഘ്യം അതിനുള്ളവരെ ആങ്സ്ട്രം. ഓക്കെ,
ചിലർക്ക് ശരിയാവും. ആഞ്ഞെറിഞ്ഞാലേ ദൈർഘ്യം കൂടുകയുള്ളൂ. നമുക്ക് കല്ല കയറുന്ന സമയത്ത് പറയത്തില്ലേ, അവിടെ ആഞ്ഞിറടെ നല്ല ദൈർഘ്യം ദൂരോട്ട് പോകത്തുള്ളൂ. മനസ്സിലായില്ല? ഓക്കെ. അപ്പോൾ ആങ്സ്ട്രം മനസ്സിലായില്ലേ? തരംഗ ദൈർഘ്യം ആങ്സ്ട്രം. ഇത് ചെറിയ കണക്ഷനാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഓർമ്മ വരും. പോരേ? ഓക്കെ. ചിലർക്ക് ശരിയാവും കേട്ടോ. ശരി, അപ്പോൾ ഇത് ഇത്രയും കൂടെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഏതോട്ട് പറഞ്ഞു തുടങ്ങിയത്? കാന്തിക ഫ്ലെക്സിൻ്റെ സാന്ദ്രത പറഞ്ഞേ. ടെസ്ല. കാന്തിക ഫ്ലെക്സിന്റെ സാന്ദ്രത ടെസ്ല. ഓക്കെ. ഇലുമിനൻസ് ലക്സ് ഇല്ല. ഓക്കെ. കപ്പാസിറ്റൻസ് ഫാരഡ്. ഓക്കെ. ആവൃത്തി ഹെർട്സ്. വൈദ്യുത ചാർജ് കൂളം. ഓക്കെ. വൈദ്യുത ചാലകത സീമൻസ് കേട്ടോ. സീതച്ചാൽ. ഓക്കെ. സീതച്ചാൽ. ഓക്കെ. വൈദ്യുത സീമൻസ്. വൈദ്യുത പ്രതിരോധം ഓം. ഓക്കെ. റെസിസ്റ്റിവിറ്റി ഓമീറ്റർ. ഓക്കെ. ലൂമിനൻസ് ഫ്ലെക്സ് ലൂമൻ. തിളക്കം ലാംബർട്ട്. നക്ഷത്രങ്ങളുടെ ദൂരം പ്രകാശവർഷം. ഓക്കെ. ഇൻഡക്ടൻസ് ഹെൻറി. ഓക്കെ. തരംഗ ദൈർഘ്യം ആങ്സ്ട്രം. ഈ ദൂരത്തിന്റെ ഏറ്റവും കൂടിയ യൂണിറ്റ് ഏതെന്നറിയാവോ? പ്രകാശവർഷം. പാർസക്കാണ്. ദൂരത്തിന്റെ ഏറ്റവും കൂടിയ യൂണിറ്റ് ഏതാണ്? പാർസക്ക്. ഓക്കെ. ഞാൻ ഇത്രയും ഇത് ഏകദേശം ഒരു 20 എണ്ണം ഉണ്ട്. ഒരാളെ കൊണ്ട്, ഒരു ബോയിയെ കൊണ്ട്, ഒരു ഗേളിനെ കൊണ്ട് പറയിപ്പിക്കും. മനസ്സിലായോ? ആ ബോയ് ആരാണ് ഗേൾ ആരാണ് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ. ഒരു പൗസ് ഡേ ആണ്. മനസ്സിലായി? ഇപ്പം 4 ബോയ്സും ഉണ്ട്, ഇത്രയും ഗേൾസും ഉണ്ട്. ഓക്കെ. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? തീരുമാനിച്ചിട്ട് നിങ്ങൾ പറയുക ഇന്നാണ് പറയാൻ പോകുന്നതെന്ന്. ഓക്കെ. പൗസ് ഇട്ടോ. രശ്മി ചോദിക്കട്ടാ? ശരി. ഓക്കെ. എണീറ്റോ? എണീക്കണം. അപ്പോൾ ഇരുന്ന് പറഞ്ഞാൽ. ഓക്കെ. ഭാരം ന്യൂട്ടൺ. പിണ്ഡം. ഓക്കെ. സാന്ദ്രത മീറ്റർ ക്യൂബ്. ആക്കം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. വ്യാപക മർദ്ദം ന്യൂട്ടൺ. ഓക്കെ. പവർ വാട്ട്. അന്തരീക്ഷ മർദ്ദം മില്ലി ബാർ ഹെക്ടോ പാസ്കൽ. കാന്തിക ഫ്ലെക്സ് വെബർ. കാന്തിക ഫ്ലെക്സ്. ഓക്കെ. അതായത് ഈ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് റബ്ബർ പോലെ വലിഞ്ഞ് കിടക്കാന്നൊക്കെ അവിടത്തായി. മനസ്സിലായില്ലേ? ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് റബ്ബർ പോലെയൊക്കെ ലാറ്റിനെ കണ്ടു. ലാറ്റ് നല്ല ഫ്ലെക്സിബിലിറ്റി. റബ്ബർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ വേണ്ടിയിട്ടില്ലേ? ഓക്കെ. പിടിച്ചില്ല നമുക്ക് ഇല്ല. ഓക്കെ. ശരി. അടുത്ത് ലെൻസിന്റെ പവർ ഡയറക്ടർ. റേഡിയോ ആക്ടിവിറ്റി ക്യൂറി വെക്ടർ റദർഫോർഡ്. കാന്തിക ഫ്ലെക്സിന്റെ സാന്ദ്രത ടെസ്ല. ഓക്കെ. ഇലുമിനൻസ് നമ്മൾ എന്തില്ലെന്നാ പറഞ്ഞേ? ലെക്സ് ഇല്ല. ഓക്കെ. ലെക്സ്. കപ്പാസിറ്റൻസ് ഫാരഡ്. ആവൃത്തി ഹെർട്സ്. വൈദ്യുത ചാർജ് കൂളം. വൈദ്യുത ചാലകത സീതച്ചാൽ. സീമൻസ്. വൈദ്യുത പ്രതിരോധം ഓം. ഓക്കെ. റെസിസ്റ്റിവിറ്റി ലൂമിനസ് ഫ്ലെക്സ് ലൂമൻ. തിളക്കം ലാംബർട്ട്. നക്ഷത്രങ്ങളുടെ ദൂരം പ്രകാശം. ഇൻഡക്ടൻസ് ഹെൻറി. തരംഗ ദൈർഘ്യം ആങ്സ്ട്രം. ഓക്കെ. അപ്പോൾ പെൺകുട്ടികൾ വിജയിച്ചിരിക്കുന്നു. ഓക്കെ. ആൺകുട്ടികളിൽ നിന്ന് ആരാ? നിങ്ങൾ തീരുമാനമായില്ലേ? 3 വിഴുത്തേട്ടനാണ്. ഓക്കെ. വിഴുത്തേട്ടൻ. ഓക്കെ. സ്ക്രീനിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ രശ്മി സ്ക്രീനിലുണ്ടായിരുന്നു. നീ പറ. ഭാരം പിണ്ഡം കിലോഗ്രാം. സാന്ദ്രത കിലോഗ്രാം മീറ്റർ. ഓക്കെ. ആക്കം സെക്കൻഡ്. ഓക്കെ. വ്യാപക മർദ്ദം ന്യൂട്ടൺ. പവർ അന്തരീക്ഷ മർദ്ദം കാന്തിക ഫ്ലെക്സ്. ഓക്കെ. ലെൻസിന്റെ പവർ റേഡിയോ ആക്ടിവിറ്റി. ഓക്കെ. കാന്തിക ഫ്ലെക്സിന്റെ സാന്ദ്രത. ഓക്കെ. ഇലുമിനൻസ്. ഓക്കെ. കപ്പാസിറ്റൻസ് ഫാരഡ്. ആവൃത്തി വൈദ്യുത ചാർജ്. ഓക്കെ. വൈദ്യുത ചാലകത സീമൻസ്. ഓക്കെ. വൈദ്യുത പ്രതിരോധം ഓം. ഓക്കെ. റെസിസ്റ്റിവിറ്റി. ഓക്കെ. ലൂമിനൻസ് ഫ്ലെക്സ് ലൂമൻ. തിളക്കം ലാംബർട്ട്. നക്ഷത്രങ്ങളുടെ ദൂരം ഇൻഡക്ടൻസ് ഹെൻറി. ഓക്കെ. തരംഗ ദൈർഘ്യം ആങ്സ്ട്രം. കേട്ടോ. 3 മല പോലെ ഇരുന്നിട്ട് വെളിയിരിക്കുന്ന അവൻ പറയേണ്ടി വന്നു. ഓക്കെ. ശരി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായുള്ള അളവുകളും യൂണിറ്റുകളാണ്. നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ. ഓക്കെ.